വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സൊസൈറ്റിയിലെ രണ്ടാം പാഠമായ എൻഡോഗമി, എക്സോഗമി, മോണോഗമി, പോളിഗമി, മാരേജ് ആസ് എ സാക്രമെൻറ്റ്, മാരേജ് ആസ് കോൺട്രാക്ട് എന്നീ പാഠഭാഗങ്ങളാണ്. ആദ്യമായി ഇൻട്രൊഡക്ഷൻ പരിശോധിക്കുമ്പോൾ, മാരേജ് എന്നാൽ ഒരു പുരുഷനെയും സ്ത്രീയെയും ഒരു ഫാമിലിയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് മാരേജ് എന്നുള്ളത്. അപ്പോൾ ഒരു മാരേജ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് പേരുടെ ഇടയിലുള്ള സോഷ്യൽ, റിലീജിയസ്, സ്പിരിച്വൽ ഡിമാൻഡ്സൊക്കെ നിറവേറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് മാരേജ് ഒരുക്കുന്നത്. ഈ ഡെഫിനിഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാരേജ് ധാരാളം സോഷ്യോളജിസ്റ്റ് മാരേജിന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മലിനോസ്കി പറയുന്നുണ്ട്, മാരേജ് ഈസ് എ കോൺട്രാക്ട് ഫോർ ദി ക്രിയേഷൻ ആൻഡ് അപ്കീപ്പ് ഓഫ് ഓഫ് സ്പ്രിങ്. അഥവാ നമ്മുടെ സന്തതികളെയൊക്കെ വളർത്താനും മുന്നോട്ട് കൊണ്ടുവരാനുള്ളൊരു മാർഗമാണ് മാരേജ് എന്നുള്ളത്. ഈ മാരേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അന്വേഷിക്കുമ്പോൾ ഒന്നാമതായി യൂണിവേഴ്സാലിറ്റിയാണ്, അഥവാ ബഹുസ്വരതയാണ്. മാരേജ് എന്നാൽ ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അഥവാ ഇപ്പോൾ പ്രീലിറ്ററേറ്റ് അഥവാ സാക്ഷരതയുള്ളവരും ഇല്ലാത്തവരിലും കാണപ്പെടുന്നൊരു സംഭവമാണ് മാരേജ് എന്നുള്ളത്. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. രണ്ടാമത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. ഒരു മാരേജ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ മാരേജ് സഹായിക്കുന്നു. അതുപോലെ തന്നെ മാരേജ് ബോണ്ട് ഈസ് എൻഡ്യൂറിങ്, അഥവാ ഒരു മാരേജ് ബോണ്ട് ഒരിക്കലും നശിക്കാത്തതാണെന്ന് കാലാകാലം നിലനിൽക്കുന്നൊരു ബോണ്ടാണ് മാരേജ് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ മാരേജ് റിക്വയർസ് സോഷ്യൽ അപ്രൂവൽ. സാമൂഹികമായൊരു അപ്രൂവൽ മാരേജിന് ആവശ്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാരേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സം സിവിൽ ഓർ റിലീജിയസ് സെറമണി. അഥവാ കല്യാണം ഒരു പരിപാടി, സെറമണി ആവശ്യമാണ് മാരേജ് നിലവിൽ വരാൻ. അതുപോലെ തന്നെ ആറാമതായി, മാരേജ് ക്രിയേറ്റ്സ് മ്യൂച്വൽ ഒബ്ലിഗേഷൻസ്. അഥവാ സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസൊക്കെ മാരേജ് കൊണ്ടുണ്ടാകുന്നു. ഇനി ഫങ്ഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാരേജ്. ഒന്നാമതായി റെഗുലേഷൻ ഓഫ് സെക്സ് ലൈഫാണ്, അഥവാ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടാനുള്ളൊരു അവകാശം മാരേജിലൂടെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അടിയിൽ പറയുന്നുണ്ട്, മാരേജ് ഈസ് ഫ്രീക്വൻറ്റ്ലി റിഫർഡ് ടു ആസ് ദി ലൈസൻസ് ഫോർ സെക്സ് ലൈഫ്. അഥവാ അതിന് അനുവാദം നൽകുന്ന ഒന്നാണ് മാരേജ്. ഇനി രണ്ടാമത്, മാരേജ് ലീഡ്സ് ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഫാമിലി. ഒരു ഫാമിലി നിർമ്മിതമാവാൻ സഹായിക്കുന്ന ഒന്നാണ് കല്യാണം എന്നുള്ളത്. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ, അഥവാ ഒരു സാമ്പത്തികമായ സഹകരണം നൽകുന്നു എന്നതാണ്. മാരേജ് രണ്ട് ഇണകൾക്കിടയിലും ഒരു കോഓപ്പറേഷൻ, സാമ്പത്തികമായൊരു സഹകരണം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മാരേജ് കോൺട്രിബ്യൂട്ട്സ് ടു ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ ഓഫ് ദി പാർട്ട്നേഴ്സ്. അഥവാ സ്ത്രീക്കും പുരുഷനും ഇടയിൽ ഒരു ഇമോഷണലായിട്ടും മാനസികമായിട്ടും അങ്ങനത്തെ ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ്, അഥവാ ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ മാരേജ് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ മാരേജ് aims ടു സോഷ്യൽ സോളിഡാരിറ്റി. അഥവാ നമ്മൾക്ക് ഒരു സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്, അഥവാ സന്തതികൾക്ക് ഇടയിൽ ഒരു ഒരുമ ഉണ്ടാക്കാൻ ഈ മാരേജ് സഹായിക്കുന്നു. അഥവാ സ്ത്രീക്കും പുരുഷനും ഇടയിലൊരു യൂണിറ്റി ഉണ്ടാക്കാൻ മാരേജ് സഹായിക്കുന്നു. ഇനി അടിയിൽ ധാരാളം ടൈപ്സ് ഓഫ് മാരേജ് പറയുന്നുണ്ട്. ആദ്യമായി എൻഡോഗമി. എൻഡോഗമി പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഇൻഡിവിജ്വലിന് തൻ്റെ കമ്മ്യൂണിറ്റിയിൽ മാത്രമേ വിവാഹം കഴിക്കാനുള്ള അവകാശമുള്ളൂ എന്നൊരു നിബന്ധനയാണ്. അതിൽ വർണ്ണ എൻഡോഗമി ഉണ്ട്, അതുപോലെ തന്നെ കാസ്റ്റ് എൻഡോഗമി ഉണ്ട്. വർണ്ണ പറഞ്ഞൊരു ഗ്രൂപ്പാണ്, അഥവാ സെയിം വർണ്ണയിൽ തന്നെയുള്ളൂ മാരേജ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇനി കാസ്റ്റ് എൻഡോഗമി പറഞ്ഞാൽ ആ കേസിൽ മാത്രമേ അവനക്ക് മാരേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സബ് കാസ്റ്റ് എൻഡോഗമി ഉണ്ട്, അഥവാ ഒരു കാസ്റ്റിൽ തന്നെ ചെറിയ ചെറിയ സ്മാളർ ഗ്രൂപ്പ് കാസ്റ്റുകൾ ഫോം ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സബ് കാസ്റ്റിന് മാത്രമേ ആ ഇൻഡിവിജ്വലിന് മാരേജ് കഴിക്കാൻ പറ്റുള്ളൂ. ഇനി കോസസ്, അതിൻ്റെ ഈ എൻഡോഗമിക്കുള്ള കാരണങ്ങൾ എന്താ വെച്ചാൽ, പോളിസി ഓഫ് സെപ്പറേഷൻ. അഥവാ നമ്മുടെ കേസിൽ നിന്ന് മറ്റൊരു കേസിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ റിലീജിയസ് ഡിഫറൻസസ്, അഥവാ നമ്മുടെ റിലീജിയനും കസ്റ്റംസും ആയിരിക്കില്ല മറ്റുള്ള
ആളുകൾ പ്രാക്ടീസ് ചെയ്തു പോരുന്നത്. അതുപോലെ തന്നെ റാഷ്യൽ ആൻഡ് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവും. ഒരു കാസ്റ്റ് മറ്റൊരു കാസ്റ്റിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ ധാരാളം റാഷ്യലായിട്ടും കൾച്ചറലായിട്ടുള്ള വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ നാലാമതായി ദ സെൻസ് ഓഫ് സൂപ്പീരിയോറിറ്റി, അഥവാ ചിലപ്പോൾ ചെറിയ കാസ്റ്റ് ഉന്നത ജാതിക്കാരായിരിക്കും. അപ്പോൾ ഒരു ബഹുസ്വരത ഉണ്ടാവും ഒരു കാസ്റ്റിന് മറ്റൊരു കാസ്റ്റിൻ്റെ മേൽ. അതുപോലെ തന്നെ ജിയോഗ്രഫിക് സെപ്പറേഷൻ, അഥവാ പണ്ടത്തെ കാലത്തൊക്കെ ധാരാളം ഓരോ ഗ്രാമത്തിൽ തിങ്ങിയായിരുന്നു ജനങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരു ജിയോഗ്രഫിക് ഭൂമിപരമായിട്ടുള്ളൊരു സെപ്പറേഷന് ഈ കല്യാണം കൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി കോൺസിക്വൻസസ്. ഈ എൻഡോഗമി ഒരു ഗ്രൂപ്പിൽ യൂണിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്യൂരിറ്റി ഓഫ് ബ്ലഡ്, സെയിം ഗ്രൂപ്പിൽ തന്നെ ഒരേ ബ്ലഡിലുള്ള കുട്ടികൾ വളരാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഒരുമ ഉണ്ടാക്കുന്നു. അത്തരത്തിലുള്ള ധാരാളം ഫലങ്ങളൊക്കെ ഈ എൻഡോഗമിയിലൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായി എക്സോഗമിയാണ്. എക്സോഗമി പറഞ്ഞാൽ എൻഡോഗമിന് നേരെ ഓപ്പോസിറ്റ്, അഥവാ ഒരേ കേസിൽ നിന്ന് ഒരേ ഗ്രൂപ്പിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിനുള്ള തടസ്സം, റെസ്ട്രിക്ഷനാണ് എക്സോഗമി. എക്സോഗമിയിൽ തന്നെ ഗോത്ര എക്സോഗമി ഉണ്ട്, അതുപോലെ തന്നെ പ്രവര എക്സോഗമി ഉണ്ട്. ഗോത്ര എക്സോഗമി എന്ന് പറഞ്ഞാൽ ഒരേ ഗോത്രത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാനുള്ള തടസ്സമാണ്. അതുപോലെ തന്നെ പ്രവര എക്സോഗമി ഉണ്ട്. പ്രവര പറഞ്ഞാലൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഇപ്പോൾ ഒരേ പ്രവരയിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല, മറിച്ച് വേറൊരു ഗ്രൂപ്പിൽ നിന്ന് കല്യാണം കഴിക്കേണ്ടി വരും. ഇനി അതുപോലെ തന്നെ സപിന്ത എക്സോഗമി ഉണ്ട്. അതുപോലെ തന്നെ സപിന്ത പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അവർ അവരുടേതായ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുന്നതിന് റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ട്. ഇനി അടുത്തതായാണ് പോളിഗമി. പോളിഗമി പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് ധാരാളം പാർട്ട്ണർ ഉണ്ടാവും. അതിൽ തന്നെ വരുന്നതാണ് പോളിഗമി. അതിൽ തന്നെ വരുന്നതാണ് പോളിയൻട്രി, പോളിഗൈനി. പണ്ടത്തെ കാലത്ത് ഈ പോളിഗമിക്ക് ഇന്ത്യയിൽ ധാരാളം വൈഡ് സ്പ്രെഡ് ആയിരുന്നു. പക്ഷേ ഹിന്ദു മാരേജ് ആക്ട് 19 നൂറ്റാണ്ടിൽ വരുന്നുണ്ട്. ഹിന്ദു മാരേജ് ആക്ട് 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അത്തരത്തിലുള്ള കല്യാണങ്ങളൊക്കെ കുറഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ 2% ഓഫ് വിമനെ പറയുന്ന അവരുടെ ഇണങ്ങൾക്ക് അവരെ കൂടാതെ തന്നെ ധാരാളം പാർട്ട്ണർ വേറെ ഉണ്ട് എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇനി പോളിഗൈനി പറഞ്ഞാൽ ഒരു മാന് ധാരാളം വിമണിനെ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു സിസ്റ്റമാണ് പോളിഗൈനി. പക്ഷെ പോളിയൻട്രി അറിയുമ്പോൾ ഒരു സ്ത്രീക്ക് ധാരാളം പുരുഷനുണ്ടാവും. ഇപ്പോൾ ആൻഷ്യൻ ഇന്ത്യയിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തത് വലിയ വെൽത്തി ബിസിനസ് മാൻസ്, അതുപോലെ തന്നെ വാരിയർ കാസ്റ്റസ് ഒക്കെ ആയിരുന്നു. അഥവാ യുദ്ധം ചെയ്യുന്ന അത്തരത്തിലുള്ള ജനങ്ങളൊക്കെ ആയിരുന്നു ഇത്തരം രീതികൾ ഉണ്ടായിരുന്നത്. ശേഷം പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഓരോ മതങ്ങളും നിശ്ചിത കാര്യങ്ങളൊക്കെ അവരുടെ പ്രജകളെ കൽപ്പിക്കുന്നുണ്ട്. അഥവാ ഹിന്ദു മാരേജ് ആക്ട് 1955 പ്രകാരം ഒരു പുരുഷന് ഒരു സ്ത്രീ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇസ്ലാമും മാരി ഓൺലി വൺ എന്നുള്ള ഒരു പ്രസ്താവന മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ബൈബിളിൽ ഒരു ലിമിറ്റ് വെക്കുന്നില്ല, എത്രയും ആവാന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇനി അടുത്തതായി പോളിഗമീൻ്റെ മറ്റൊരു ഇനമായ പോളിഗൈനിയാണ്. അഥവാ ഒരു സിംഗിൾ മാൻ തന്നെ ന്യൂമറസ് വുമണിനെ ഒരേ സമയത്ത് കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റമാണ് പോളിഗൈനി. പുരാതന കാല ഹിബ്രൂസ്, അസിരിയൻസ്, ബാബിലോണിയൻസ്, അതുപോലെ തന്നെ അത്തരം ജനങ്ങളൊക്കെ ഈ ഒരു സിസ്റ്റം കൊണ്ടുനടന്നിരുന്നു. ഇനി പോളിഗൈനി ടൈപ്സ്, അഥവാ സൊറോറൽ പോളിഗൈനിയാണ്. അഥവാ എല്ലാ വൈഫ്സും സിസ്റ്റേഴ്സ് ആയിരിക്കും, അഥവാ ഒരു ഉമ്മാൻ്റെ സഹോദരങ്ങളെ ആയിരിക്കും ഈ ഒരു പുരുഷന് കല്യാണം കഴിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ സൊറോറൽ പോളിഗൈനി ഉണ്ടാവും, അഥവാ
ഇത്തരം സിസ്റ്റേഴ്സ് ആയിരിക്കില്ല, വ്യത്യസ്ത സ്ത്രീകളായിരിക്കും ഈ ഇൻഡിവിജ്വലിൻ്റെ ഇണകളായിട്ട് വരുന്നത്. ഒന്നാം കോസ് ഓഫ് പോളിഗൈനി നോക്കുമ്പോൾ മോർ വിമൻ ലെസ് മെൻ ഉള്ളൊരവസ്ഥയാണ് ഈ പോളിഗൈനി പ്രാക്ടീസ് ചെയ്യുന്നത്. അഥവാ ഒരു പ്രദേശത്ത് ധാരാളം സ്ത്രീകളാണ്, പക്ഷേ പുരുഷന്മാർ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു പുരുഷന് ധാരാളം സ്ത്രീകളെ കല്യാണം കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ എക്കണോമിക് അഡ്വാൻറ്റേജ്, മുമ്പത്തെ കാലത്തൊക്കെ ധാരാളം വെൽത്തി ബിസിനസ്മാൻസ് മാത്രമേ ഈ ഒരു സിസ്റ്റം കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ഉദാഹരണമായി ലോങ്കോസ്, തോങ്കാസ് ഒക്കെ പറയുന്നുണ്ട്. ഈ വുമൻസ് ആസ് ബാഡ്ജസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ, അഥവാ കുറേ ഭാര്യമാരുള്ളത് ഒരാളുടെ സ്റ്റാറ്റസ് കൂട്ടാനുള്ളൊരു അവസ്ഥയായിരിക്കെയാണ് ഇത്തരം മാരേജസിനൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അടുത്തതായി ചൈൽഡ്നെസ്സസ് ഓഫ് ദി ഫസ്റ്റ് വൈഫ്, അഥവാ ആദ്യ വൈഫിന് കുട്ടികളില്ലാത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഹസ്ബൻഡ് വേറൊരു വൈഫിനെ കെട്ടാൻ ശ്രമിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റൻസി ഓഫ് സെക്സ് ആർഗ്യുമെൻറ്റ്, അഥവാ ഈ ലൈംഗികമായിട്ടുള്ള ഒരു പുരുഷൻ്റെ ക്യാരക്ടർ, അഥവാ സ്വാഭാവികമായിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെന്നിനായിരിക്കും കൂടുതൽ ലൈംഗികമായിട്ടുള്ള ഒരു കോൺസ്പിറസി. അപ്പോൾ അത്തരം കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പോളിഗൈനി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ വേറെയും കുറേ ഫാക്ടേഴ്സ് ഇതിനെ ബാധിക്കുന്നുണ്ട്. ടേസ്റ്റ് ഫോർ വെറൈറ്റി ടേസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം പ്രകാരം ഇത്തരം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻഫോഴ്സ്ഡ് സെലിബസി, അതെന്താ വെച്ചാൽ എപ്പോഴും ഈ ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റൂല ഒരു പുരുഷന്. ഈ മെൻസ്ട്രുവേഷന്, പ്രഗ്നൻസി പീരീഡിലൊന്നും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് വേറെ ഒരു ഇണയെ തേടുന്നു. അതുപോലെ തന്നെ ഏർലിയർ ഏജിങ് ഓഫ് ഫീമെയിലിന് നേരത്തെ വയസ്സാവുന്ന പ്രശ്നം. അതുപോലെ തന്നെ ഡിസയർ ഫോർ മോർ ചിൽഡ്രൻ, ധാരാളം കുട്ടികൾ ഉണ്ടാവാനുള്ളൊരു ത്വര. അത്തരം കാരണങ്ങളൊക്കെ ഒരു പോളിഗൈനി ഫോം ഓഫ് മാരേജ് പ്രാക്ടീസ് ചെയ്യാൻ ആളുകളെ താല്പര്യമാക്കുന്നു. അതുപോലെ തന്നെ പോളി എൻട്രി, അഥവാ സിംഗിൾ വുമണിന് അധികം മെന്നുകൾ ഉണ്ടാകുന്നൊരവസ്ഥയാണ് പോളി എൻട്രി. ഈ പോളി എൻട്രി ടൈപ്സ് ഫ്രാറ്റേണൽ പോളി എൻട്രി ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഫ്രാറ്റേണൽ പോളി എൻട്രി ഉണ്ടാവും. അഥവാ ന്യൂമറസ് ബ്രദേഴ്സിന് സെയിം വൈഫ് ഉണ്ടാവും. ധാരാളം ന്യൂമറസ് ബ്രദേഴ്സ്, ഒരേ ഉപ്പാക്കുണ്ടായ ധാരാളം ആൺകുട്ടികൾക്ക് ഒരേ വൈഫ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് നേരെ വിപരീതമായിട്ടുള്ളതാണ് നോൺ ഫ്രാറ്റേണൽ, അഥവാ സാധാ പോലെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ആയിരിക്കില്ല. ഇനി കോസ് ഓഫ് പോളി എൻട്രി പറയുന്നുണ്ട്. അതുപോലെ എന്താ വെച്ചാൽ ലാക്ക് ഓഫ് വുമൻ കാരണത്താലാണ് ഈ പോളി എൻട്രി ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ധാരാളം ഉണ്ടാവും. അതുകൊണ്ടൊക്കെ ഈ പോളി എൻട്രി പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമാക്കുന്നു. അതുപോലെ തന്നെ ഹൈ ബ്രൈഡ് പ്രൈസൊക്കെ ആയിരിക്കും. അഥവാ സ്ത്രീധനം കൊടുക്കാൻ അത്ര എക്കണോമിക് സ്റ്റെബിലിറ്റി ഉള്ളവരായിരിക്കില്ല ഈ മെന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ അഥവാ സ്ത്രീധനമൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കാരണത്താലൊക്കെ പോളിയൻട്രി ഫോം ഓഫ് മാരേജ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ പോവർട്ടി, അതുപോലെ തന്നെ മെയിൽ സ്റ്റെറിലിറ്റി, അത്തരം പ്രശ്നങ്ങളൊക്കെ ഇതിലേക്ക് നയിച്ചു എന്നതാണ് വാസ്തവം. അതുപോലെ തന്നെ പ്രധാന പ്രശ്നമാണ് ഒരു ധാരാളം മെന്നുണ്ടാകുമ്പോൾ ആ വൈഫിനുണ്ടാവുന്ന ഒരു കുട്ടി അവൻ്റെ ഉപ്പ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രശ്നം. അപ്പോൾ അത് പ്രധാനമായിട്ടൊരു പ്രശ്നമാണ്. ബയോളജിക്കൽ പാറ്റേൺ എനിക്ക് കണ്ടെത്താൻ ഉള്ള ഡിഫിക്കൽട്ടി എല്ലാം ഉണ്ടാവും. അപ്പോൾ അത്തരം കാരണങ്ങളൊക്കെ ഇതിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ പണ്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, ബോ ആൻഡ് ആരോ, അഥവാ അമ്പ് വിട്ടിട്ട് ഏതിലാണോ തറക്കുന്നത് അവരെ ഈ കുട്ടിയുടെ ഫാദറായിട്ട് കണക്കാക്കുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ മോണോഗമി അടുത്തതായിട്ട് മോണോഗമി പറഞ്ഞാൽ ഒരു നിലവിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഒരു മെന്നിന് ഒരു വിമൺ എന്ന നിലക്കുള്ള വിവാഹമാണ്. ഇത്തരം വിവാഹങ്ങൾ പണ്ടത്തെ കാലത്ത് കദർസ്, സന്നൽസ്, കാസിസ്, കാനലാസ്, ഹോപ്പീസ് അത്തരം ട്രൈബുകളൊക്കെ പ്രാക്ടീസ് ചെയ്തു വന്നിരുന്നു.
ഈ അഡ്വാൻറ്റേജസ് ഓഫ് മോണോഗമി അന്വേഷിക്കുമ്പോൾ യൂണിവേഴ്സലി പ്രാക്ടിക്കബിളുമാണ്. അഥവാ ബഹുസ്വരമായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മോണോഗമി. അഥവാ ഒറ്റ ആളേ ഉള്ളൂ നോക്കേണ്ടി വരിക. അപ്പോൾ അതൊക്കെ ബോണ്ടിനെ സഹായിക്കുന്നു. എക്കണോമിക്കലി ബെറ്റർ സ്യൂട്ടഡ്, സാമ്പത്തികമായിട്ട് ഏറ്റവും സ്യൂട്ടഡ് ആയിട്ടുള്ളതും ഈ ഒരു വിവാഹമാണ്. അപ്പോൾ ഇനി അടുത്തതായി പ്രൊമോട്ട്സ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒറ്റൊരു വൈഫ് ആയതുകൊണ്ട് തന്നെ ഈ ഹസ്ബൻഡിന് നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പരസ്പരം മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട്സ് ടു സ്റ്റാബിൾ ഫാമിലി ആൻഡ് സെക്സ് ലൈഫ്. അപ്പോൾ അത്ര സ്റ്റേബിളായിട്ടുള്ള ഫാമിലി നയിക്കാനും അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തരം വിവാഹങ്ങൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹെൽപ്സ് ടു ബെറ്റർ സോഷ്യലൈസേഷൻ. ഒരു ചിൽഡ്രൻ്റെ സോഷ്യലൈസേഷന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു വിവാഹമാണ്. അതുപോലെ തന്നെ ഏജ്ഡ് പാരൻസ് ആർ നോട്ട് നെഗ്ലക്റ്റഡ്. അഥവാ മോണോഗാമി അല്ലാതെ മറ്റു വിവാഹങ്ങളിലെല്ലാം ഈ പാരൻസിന് ഏജ്ഡ് ആകുമ്പോൾ, വാർദ്ധക്യം വരുമ്പോൾ സാധാരണ ഒഴിവാക്കി കളയാറാണ് പതിവ്. അപ്പോൾ ഇത്തരം ഇതാകുമ്പോൾ അവരുടെ മക്കൾ നേരെവണ്ണം നോക്കിക്കോളും. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് ബെറ്റർ സ്റ്റാറ്റസ് ഫോർ വിമൻ. പോളിഗൈന് നോക്കുമ്പോൾ വിമണിന് വളരെ താഴ്ന്ന സ്ഥാനമായിരുന്നു. കാരണം വേറെ കുറേ ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ മോണോഗമി ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റാറ്റസും ഇതൊക്കെ നൽകാൻ തുടങ്ങി. ഇനി ഹിന്ദു മാരേജാണ് നോക്കുന്നത്. മാരേജ് എന്നാൽ ഒരു സൊസൈറ്റിയുടെ കണ്ടെത്തലിനുള്ളൊരു സ്ഥാപനമാണ് മാരേജ്. അഥവാ സോഷ്യലായിട്ട്, റിലീജിയസ് ആയിട്ട്, സ്പിരിച്വൽ നീഡ്സൊക്കെ നിറവേറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ഒരു മാരേജ്. അഥവാ സ്ത്രീക്കും പുരുഷനുള്ള ബോണ്ട്, ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ. അതുപോലെ തന്നെ ഈ ഹിന്ദു മാരേജ് ഒരു മെന്നിനെയും വുമൻ്റെ ഇടയിലൊരു കണക്ഷൻ നിലനിർത്താൻ അത് സഹായിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ ഹിന്ദു മാരേജിന് പ്രഥമ ലക്ഷ്യം അന്വേഷിക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു മെയിൽ ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദു മാരേജിന്. അതുപോലെ തന്നെ രണ്ടാമതുള്ള സെക്കൻഡറി ആയിട്ടുള്ള ഗോളാണ് ഈ സെക്സ് റെഗുലേഷന് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി മേജർ എയിംസ് ഓഫ് ഹിന്ദു മാരേജ്. ഒന്നാമതായിട്ട് ധർമ്മ, അതുപോലെ തന്നെ പ്രജ രീതിയാണ്. ഒന്നാമതായിട്ട് ധർമ്മ, അഥവാ ഇത് റിലീജിയസ് പരമായിട്ടുള്ള മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഉള്ള ഒരു കണക്ഷന്, റിലീജിയസ് പ്രാക്ടീസ് രണ്ടുപേരും ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ധർമ്മ. അതാണ് പ്രഥമമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ളതാണ് പ്രജ, അഥവാ ഒരു മെയിൽ ഓഫ് സ്പ്രിങ് ഉണ്ടാവുക, അഥവാ ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളതാണ്. ഹാവ് എ സൺ, മകൻ ഉണ്ടാവുക. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള എയിമാണ് ഈ സെക്സ് റെഗുലേഷൻ. അതുപോലെ തന്നെ ട്രഡീഷണൽ ഫോംസ് ഓഫ് ഹിന്ദു മാരേജ്. ഒരു 8 ഫോം ഓഫ് മാരേജസ് പരമ്പരാഗതമായിട്ട് ഹിന്ദു മാരേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായിട്ടുള്ളതാണ് ബ്രഹ്മ ഫോം ഓഫ് മാരേജ്. ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബെസ്റ്റ് ആണെന്ന് പറയപ്പെടുന്നതും ഇതാണ്. അഥവാ ഇത് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം എന്താ വെച്ചാൽ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്, അഥവാ സാമൂഹികമായിട്ടുള്ള പുനരുദ്ധാവനം. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളതാണ് ദൈവ ഫോം ഓഫ് മാരേജ്. അഥവാ ഇതൊരു സ്യൂട്ടർ ഒരു പ്രിയസ്റ്റ് ആയിരിക്കും, സന്യാസി ആയിരിക്കും, അഥവാ ഒരു പുരോഹിതനായിരിക്കും. ഇനി മൂന്നാമതായിട്ടുള്ളതാണ് അർഷ ഫോം ഓഫ് മാരേജ്. അഥവാ ഒരു പാരൻറ്റ് തൻ്റേതായിട്ടുള്ള മകളെ വിവാഹം കഴിക്കുന്ന ഒരു സിസ്റ്റമാണ് അർഷ ഫോം ഓഫ് മാരേജ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് പ്രജാപത്യ ഫോം ഓഫ് മാരേജ്. ഒരു ഫാദർ തൻ്റെ മകളെ ഒരു ഹോണർപരമായിട്ട് നൽകുന്ന ഒരു സിസ്റ്റമാണ് പ്രജാപത്യ ഫോം ഓഫ് മാരേജ്. അഥവാ മേ ബോത്ത് ഓഫ് യു ക്യാരി ഔട്ട് യുവർ സിവിൽ ആൻഡ് റിലീജിയസ് ഡ്യൂട്ടീസ് ജോയിൻലി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മകളെ ഉപ്പ കല്യാണം കഴിപ്പിക്കുന്ന ഒരു രീതിയാണ് പ്രജാപത്യ ഫോം ഓഫ് മാരേജ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളതാണ് അസുര ഫോം ഓഫ് മാരേജ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ബ്രൈഡ് വാസ് ഗിവൻ ടു ഹസ്ബൻഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എ സം ഓഫ് മണി. അഥവാ നിശ്ചിത തുക തിരികെ നൽകിയിട്ടായിരിക്കും ഇത്തരം ഒരു കല്യാണം നടക്കുക. അതുപോലെ തന്നെ ആറാമതായിട്ടാണ്
ഗന്ധർവ ഫോം ഓഫ് മാരേജ് അഥവാ മാൻ ആൻഡ് വുമൻ എൻ്റർ ഇൻ ടു എ ഗന്ധർവ മാരേജ് ദെയർ ഓൺ ഫ്രീ വില്ല് അനുസരിച്ച് ഒരു ബോണ്ട് പരസ്പരം ഉണ്ടാക്കുന്ന ബോണ്ട് കല്യാണത്തിലേക്ക് നയിക്കുന്ന ഒരു രീതിയാണ് ഗന്ധർവ ഫോം ഓഫ് മാരേജ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് രാക്ഷസ ഫോം ഓഫ് മാരേജ് അഥവാ യുദ്ധം പോലെ ആക്രമിച്ച് കീഴടക്കുന്നൊരു സംവിധാനമാണ് രാക്ഷസ ഫോം ഓഫ് മാരേജ്. പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനം ആയിട്ടാണ് ഈ രാക്ഷസ ഫോം ഓഫ് മാരേജിനെ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പൈശാച ഫോം ഓഫ് മാരേജ് അഥവാ ഒരുത്തനെയും കള്ള് കുടിച്ച് സ്ലീപ്പി ഓർ ഡ്രങ്കൊക്കെ ആയിട്ട് റേപ്പ് ചെയ്യുന്നൊരവസ്ഥയാണ് പൈശാച ഫോം ഓഫ് മാരേജ്. ഇനി അടുത്തതായിട്ട് സം അതർ ഫോംസ് ഓഫ് മാരേജ് അഥവാ മാരേജ് ബേസ്ഡ് ഓൺ കോൺട്രാക്ട് ഓർ മ്യൂച്വൽ കൺസെൻറ്റ് അഥവാ പരസ്പര സമ്മതപ്രകാരമോ അല്ലെങ്കിൽ ഒരു കരാറുമായി ബേസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു വിവാഹമാണ് ഒന്നാമതായിട്ട് മറ്റുള്ള വിവാഹങ്ങളിൽ പെടുന്നത്. അതുപോലെ തന്നെ മാരേജ് ബൈ എക്സ്ചേഞ്ച് അഥവാ ബ്രദേഴ്സ് എക്സ്ചേഞ്ച് ദെയർ സിസ്റ്റേഴ്സ് അഥവാ എൻ്റെ സിസ്റ്റർ എടുത്തോ എൻ്റെ സിസ്റ്ററെ എനിക്ക് താഴ്ന്നുള്ളൊരു സിസ്റ്റമാണ് മാരേജ് ബൈ എക്സ്ചേഞ്ച് അഥവാ. ഇനി അതുപോലെ തന്നെ മൂന്നാമതായിട്ട് മാരേജ് ബൈ സർവീസ്, ഒരു നിശ്ചിത കാലം ഒരു ഈ വിമണിൻ്റെ വീട്ടിൽ നിന്നാൽ നിനക്ക് കല്യാണം കഴിച്ച് തരാമെന്നുള്ളൊരു സിസ്റ്റം. അപ്പോൾ നിശ്ചിത കാലം സർവീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവന് ആ മകളെ കല്യാണം കഴിക്കാനുള്ളൊരു അവസരം ലഭിക്കും. അതുപോലെ തന്നെ നാലാമതായിട്ടുള്ളതാണ് സ്വയംവര ആസ് എ ഫോം ഓഫ് മാരേജ് അഥവാ സെൽഫ് ചോയ്സ് മാരേജ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വയം താല്പര്യപ്രകാരമുള്ള പരസ്പര വിവാഹം. അതുപോലെ തന്നെ ഹിന്ദു മാരേജ് ആസ് എ സാക്രമെൻറ്റ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു വിഭാഗം ഒരു മാരേജിനൊരു സാക്രമെൻ്റ് ആയിട്ടാണ്, ദൈവത്തിലേക്കുള്ള ഒരു സമർപ്പണമായിട്ടാണ് ഒരു മാരേജിനെ കണക്കാക്കപ്പെടുന്നത് എന്നും നമ്മൾ മുമ്പ് പറഞ്ഞത്. പ്രധാനമായിട്ടുള്ള 3 ലക്ഷ്യങ്ങളായിരുന്നു ധർമ്മ, രതി, പ്രജ എന്നുള്ള 3 അയിമുകളായിരുന്നു. അപ്പോൾ ഇത്തരം പരസ്പരമായിട്ടുള്ള റിലീജിയസ് ആയിട്ടും സോഷ്യലായിട്ടുള്ള ഇടപെടലിനെ ഒരു ഒന്നിക്കുന്ന ഒരു സിസ്റ്റമാണ് മാരേജ് എന്നാണ് അവരുടെ ഒരു കൺസെപ്റ്റിൽ. ഇവിടെ പ്രധാനമായിട്ടൊരു 9 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഒന്നായിട്ട് അപ്ഹോൾഡ് ദെയർ മോറൽ ഒബ്ലിഗേഷൻസ് ഓഫ് ഹൗസ് ഹോൾഡറിനോട് പ്രൈമറി, അതായത് സെക്സിന് പുറമെ ഉള്ള മറ്റുള്ള കാര്യങ്ങൾ നിറവേറ്റാനുള്ളൊരു സിസ്റ്റമായിട്ടാണ് പ്രധാനമായിട്ട് മാരേജിനെ കണക്കാക്കപ്പെടുന്നത് ഹിന്ദു മതക്കാർ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് രണ്ട് ആളെ ഒന്നിപ്പിക്കുന്ന ആ ബോണ്ട് ഉണ്ടാക്കുന്ന ഒരു കണക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് മാരേജ്. അത് മൂന്നാമതായിട്ട് ഈ ഡിവൈസ് ചോദ്യമല്ല അഥവാ ഡിവോഴ്സ് പരസ്പര ഡിവോഴ്സ് ഒരിക്കലും ഒരു മാരേജ് നടത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. നാലാമതായി പറയുമ്പോൾ ഒരു ഹിന്ദു മാരേജിൻ്റെ പൂർത്തീകരണത്തിന് ചില റിലീജിയസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഹോമ, പരിഗ്രഹണ, സപ്തപതി എന്നുള്ള പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലേ ഒരു ഹിന്ദു വിവാഹം പൂർണ്ണമാവൂ എന്നാണ് നാലാമതായി പറയുന്നത്. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് ഇതൊന്നാണ്, ഗോൾ ഓഫ് മാരേജ് ഈസ് ടു പ്രൊഡ്യൂസ് എ സൺ, ഒരു സണ്ണിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതുപോലെ തന്നെ ആറാമതായിട്ട് മാരേജ് ഈസ് വൺ എമംഗ് സെവറൽ സാക്രമെൻറ്റ്സ് അഥവാ ഹിന്ദു മതത്തിലുള്ള സാക്രമെൻറ്റ്സിൽ ഒന്നാണ് മാരേജ്. അതുപോലെ തന്നെ ഏഴാമതായിട്ട് ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മാരേജ് അത്യാവശ്യമാണ് എന്നതാണ് ഏഴാമതായി പറയുന്നത്. അതുപോലെ തന്നെ എട്ടാമതായി കണക്കാക്കപ്പെടുന്നത് ഈ അൺമാരീഡ് ആയിട്ടുള്ള ആളുകളൊക്കെ പരിപൂർണരല്ല, മറിച്ചും മാരീഡ് ആയവരെല്ലാം പൂർണ്ണരാണ് എന്നൊരു കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ ഒമ്പതാമതായിട്ട് വിമൻ കൺസിഡേഴ്സ് ദി ഹസ്ബൻഡ് ടു ബി എ ഗോഡ് അഥവാ ഒരു ഗോഡായിട്ടാണ് ഒരു വിമനെ ഒരു ഹസ്ബൻഡിനെ കണക്കാക്കപ്പെടുന്നത്. അത്രത്തോളം വിലയാണ് അവരുടെ മനസ്സിൽ. അതുപോലെ തന്നെ പത്താമതായിട്ട് ഹിന്ദു മാരേജ് ഒരിക്കലും ഒരു വിധവയെ വീണ്ടും വിവാഹത്തിലേക്ക് ഒരിക്കലും നയിക്കുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി അടുത്തതായിട്ട് 17ഓളം പ്രൊസീഡിയേഴ്സ് കല്യാണത്തിന് പ്രധാനമായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഹിന്ദു മാരേജ് ഓഫ് സിസ്റ്റത്തിൽ.
ഒന്നാമതായിട്ട് ബെട്രോത്തലാണ്, അഥവാ ഈ വധുവിനും വരനും ഇടയിലുണ്ടാകുന്നൊരു പ്രൊമിസ് അഥവാ വാഗ്ദാനമാണ് ബെട്രോത്തൽ. അഥവാ അതാണ് പ്രിലിമിനറി പാർട്ട് അഥവാ ആദ്യം ചെയ്യേണ്ട ഹിന്ദു മാരേജിൽ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മൃതഹരണ, അഥവാ ഈ ഒരു വിവാഹത്തിന് മുമ്പ് ഒരു കളിമണ്ണിൽ ഒരു ചെടി വളർത്തും. അപ്പോൾ ഈ ഒരു സംഭവം 3, 7, 9 ദിവസങ്ങൾ, കല്യാണത്തിന് മുമ്പുള്ള 3, 7, 9 ദിവസങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ദ വർഷിപ്പ് ഓഫ് ഗണേഷ് അഥവാ ലോർഡ് ഗണേഷ്, ഈ ഒരു ദൈവത്തിന് മുമ്പിൽ വർഷിപ്പ് ചെയ്യുക. കല്യാണത്തിൻ്റെ തലേ ദിവസം ലോർഡ് ഗണേഷിൻ്റെ മുമ്പിലുള്ള വർഷിപ്പാണ്. അതുപോലെ തന്നെ ഘടിക അഥവാ വാട്ടർ ക്ലോക്ക് ഉണ്ടാക്കും മാരേജ് സെറമണിയിൽ. അതുപോലെ തന്നെ അടുത്തതാണ് നെപ്റ്റിയൽ ബാത്ത്, അഥവാ കല്യാണത്തിൻ്റെ അന്ന് വരന് വധുവിൻ്റെ വീട്ടിൽ പോയിട്ട് കുളിക്കും. അപ്പോൾ അതാണ് അഞ്ചാമത്. ഇനി അടുത്തതായിട്ട് മധുപർക്ക. അപ്പോൾ ഈ ഒരു ഇതിൽ ഈ വധുവിൻ്റെ ഉപ്പ വരന് ഒരു സ്പെഷ്യലായ ഡ്രിങ്ക് കൊടുക്കും. പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുക്കുന്നൊരു ഡ്രിങ്ക് കൊടുക്കും. ഇതിനാണ് മധുപർക്ക എന്ന് പറയാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് ലോക്കി കഗ്നിയാണ്, അഥവാ പെർഫ്യൂം, ഗാർലൻഡ്സ്, സാക്രഡ് ത്രെഡ്സ് ആൻഡ് കപ്പിൾ ഓഫ് ഓർണമെൻറ്റ്സ് ഹി വർഷിപ്സ് ഹിസ് സൺ ഇൻ ലോ. അപ്പോൾ പിതാവ് മരുമകന് മുമ്പിൽ വർഷിപ്പ് ചെയ്യുന്നൊരു സമ്പ്രദായമാണ് ലൗകിക അഗ്നി. അഥവാ ഇനി അടുത്തതായിട്ട് സമഞ്ജന, അഥവാ ഈ വധുവരന്മാർ പരസ്പരം ഫേസ് ടു ഫേസ് ആയി ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നൊരു സംവിധാനമാണ്. അവരുടെ ഇടയിൽ യൂണിറ്റി, സമത്വം ഉണ്ടാവാനും അത്തരത്തിലൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു പ്രാർത്ഥനയാണ് സമഞ്ജന. ഇനി അടുത്തതായിട്ട് ഗോത്രോജാര, അഥവാ അവരുടെ ഈ ഒരു സെറമണിയിൽ ഗോത്രപ്രവര ഉള്ള വിഭാഗക്കാരാണെങ്കിൽ അവരുടെ നാമങ്ങൾ 3 പ്രാവശ്യം ഉച്ചത്തിൽ ഉച്ചരിക്കും. ഇനി അടുത്തതായിട്ടാണ് കന്യാദന, അഥവാ ഈ വധുവിൻ്റെ ഉപ്പ അവളുടെ മകളെ വരന് വേണ്ടി നൽകുന്ന ഒരു സിസ്റ്റമാണ് കന്യാദന. അപ്പോൾ അതോടെ ഈ മാരേജ് പൂർണ്ണമാവുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അടുത്ത് കങ്കണബന്ധന. കങ്കണബന്ധന പറഞ്ഞാൽ ഒരു ആക്ഷൻ പ്രാക്ടീസാണ്. അഥവാ ബ്രൈഡിൻ്റെയും വധുവിൻ്റെയും വരൻ്റെയും കൈകളൊക്കെ കെട്ടുന്നൊരവസ്ഥയാണ്. അവരുടെ കൈ കെട്ടുന്നൊരവസ്ഥ, അഥവാ എന്തെങ്കിലും സ്വർണം കൊണ്ടോ അത്ര കെട്ടുന്നൊരവസ്ഥ. അതുപോലെ തന്നെ 12ാമതായിട്ട് ലജാഹോമ, അതായത് ഈ വധു വരൻ്റെ കയ്യിൽ കുറച്ച് ധാന്യങ്ങൾ എറിയും. അഥവാ അവരുടെ ഇടയിൽ സമ്പത്തുമായി ഐശ്വര്യമാവാൻ വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യമാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്പ്രദായം ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് പനിഗ്രഹണ, അഥവാ ഈ ഒരു വധു വരൻ്റെ മുമ്പിൽ കിഴക്ക് പടിഞ്ഞാറ് തിരിഞ്ഞിട്ട് ഇരിക്കുന്നൊരു ഇരുത്തത്തിനെയാണ് പനിഗ്രഹണ. കല്യാണ മണ്ഡപത്തിലായിരിക്കും ഈ ഒരു സമ്പ്രദായം. ഇനി അടുത്തതായിട്ട് സപ്തപതി, അഥവാ ഇത് തെക്ക് പടിഞ്ഞാറിലേക്ക് 7 സ്റ്റെപ്പുകൾ വെക്കുന്നൊരു സമ്പ്രദായമാണ്. ഓരോ സ്റ്റെപ്പിനും ഓരോതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ലോക്കൽ കസ്റ്റംസ്, അഥവാ സാധാരണ ഉണ്ടാകുന്ന കസ്റ്റംസും പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷൻസൊക്കെ ആയിരിക്കും അടുത്തതായിട്ട് മാരേജ് പൂർത്തീകരണത്തിന് ശേഷം നടക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 16ാമതായിട്ട് ത്രിരാത്ര വ്രത, അഥവാ തുടർച്ചയായിട്ട് 3 ദിവസങ്ങൾ ഈ മാരേജ് ആചാരങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉള്ള നിരീക്ഷിക്കലാണ് ത്രിരാത്ര വ്രത. അതുപോലെ തന്നെ റിമൂവൽ ഓഫ് മണ്ഡപ, അഥവാ ഡിസ്മിസൽ ഓഫ് പ്രിസൈഡിങ് ഗോഡ്സ് ആൻഡ് ഗോഡസ് ടു ദെയർ റെസ്പെക്റ്റീവ് പ്ലേസസ്, അഥവാ കല്യാണത്തിന് ആവശ്യമായിട്ട് ഉണ്ടാക്കിയ അത്തരം ദൈവങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വെക്കലാണ്
ഇത് ഇനി റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഹിന്ദു മാരേജ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തിലെ ട്രെൻഡ്സ് ഹിന്ദു മാരേജിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചേഞ്ചസ് ഇൻ ദി ഫോം ഓഫ് മാരേജ്, പണ്ടത്തെ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഹിന്ദു മാരേജ് സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ദി ഐം ഓർ പർപ്പസ് ഓഫ് മാരേജ്. അഥവാ പണ്ടത്തെ കാലത്തൊക്കെ ധർമ്മമായിരുന്നു പ്രധാനമായിട്ടുള്ള ഹിന്ദു മാരേജസിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ പീരീഡിൽ ലൈഫ് ടൈം ടുഗദർനെസ്സാണ്, അഥവാ ധാരാളം കാലം ഒരുമിച്ച് ജീവിക്കുന്നൊരു സമ്പ്രദായമാണ് മോഡേൺ ഫോം ഓഫ് മാരേജ് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ദി പ്രോസസ് ഓഫ് മാരേജ് സെലക്ഷന്, അതായത് അതിനെ തിരഞ്ഞെടുക്കുന്നതിലുള്ള മാറ്റങ്ങൾ. ഫീൽഡ് ഓഫ് സെലക്ഷന് ഇന്നത്തെ കാലത്ത് പണ്ടത്തെ അനുസരിച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ പാർട്ടി ടു സെലക്ഷന്, അതൊക്കെ പണ്ടത്തെ കാലത്ത് അനുബന്ധിച്ച് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൈറ്റീരിയ ഓഫ് സെലക്ഷന്, ധാരാളം ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് മുൻഗണനകളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് മാരേജിന് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ദി ഏജ് അറ്റ് മാരേജ്, അഥവാ ഒരു 21 വയസ്സുള്ള ബോയ് അതുപോലെ തന്നെ 18 വയസ്സുള്ള അടിയിലുള്ള ഒരു സ്ത്രീയും വിവാഹം കഴിക്കൽ അനുവദനീയമല്ല. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ദി മാരേജ്, അഥവാ ഡിവോഴ്സ് ആവുന്നതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. അഥവാ സ്വസ്ഥമായിട്ട് പോകുന്നതിന് ഡിവോഴ്സ് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അത്തരം ഡിവോഴ്സുകളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫാമിലി പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ദി എക്കണോമിക് ആസ്പെക്റ്റ് ഓഫ് മാരേജ്, അഥവാ ഈ ദൗരി അഥവാ സ്ത്രീധനം പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ 7ാമതായിട്ട് ഇൻക്രീസ് ഇൻ ദി ഇൻസിഡൻസ് ഓഫ് ഡിവോഴ്സ് ആൻഡ് ഡിസേർഷൻ. പ്രധാനമായിട്ടുള്ള ഹിന്ദു മാരേജിൻ്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിവോഷനാണ്, അഥവാ സമർപ്പണമാണ്, സാക്രമെൻ്റാണ് ദൈവത്തിലേക്കുള്ള. പക്ഷേ ഇന്നത്തെ കാലത്ത് ഡൈവോഴ്സും അതുപോലെ തന്നെ വിട്ടുപിരിയലൊക്കെ ധാരാളം അധികരിക്കുന്നുണ്ട് എന്നതാണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹിന്ദു മാരേജ്. അപ്പോൾ പണ്ടത്തെ കാലത്തെ ട്രഡീഷനിൽ മാറ്റം വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതുകൊണ്ട് തന്നെ ധാരാളം ട്രഡീഷണൽ നോംസും സ്റ്റാൻഡേർഡ്സൊക്കെ ഹിന്ദു മാരേജ് സിസ്റ്റത്തിൽ വന്നു. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഓഫ് അർബനൈസേഷനാണ്, റൂറൽ ഗ്രാമത്തിൽ നിന്നും സിറ്റികളിലേക്കൊക്കെ വരുന്നൊരു അവസ്ഥ കാരണത്താലാണ് ഇത്തരം ചേഞ്ചസ് ഉണ്ടായത്. അതുപോലെ തന്നെ റോൾ ഓഫ് എഡ്യൂക്കേഷൻ പ്രധാനമായിട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ. അപ്പോൾ 4ാമതായിട്ട് ഇൻഫ്ലുവൻസ് ഓഫ് ലെജിസ്ലേഷൻ ഓഫ് മാരേജസ്. കറൻലി ആയിട്ടുള്ള ഇന്ത്യൻ നിയമങ്ങളൊക്കെ ഇതിനെ ബാധിക്കുന്നു എന്നതാണ്. അഥവാ ഇന്ത്യൻ നിയമപ്രകാരം മാരേജ് ഏജ്, അതുപോലെ തന്നെ ചൂസിങ് പാർട്ട്നേഴ്സിനുള്ള ഫീൽഡ് വെക്കുക, അതുപോലെ തന്നെ നമ്പർ ഓഫ് മാരീഡ് കപ്പിൾസ്, അതുപോലെ തന്നെ സെപ്പറേഷൻ ഫ്രം എ സ്പൗസ്, അതിനൊക്കെ പ്രത്യേക തരം നിയമങ്ങൾ ഇന്ത്യൻ കോടതി വെക്കുന്നുണ്ട്. അത്തരം കാരണങ്ങളൊക്കെ ഇതിലേക്ക് നയിച്ചു എന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും 5-6ഓളം ആക്റ്റുകൾ, നിയമങ്ങൾ ഹിന്ദു മാരേജ് സിസ്റ്റത്തിൽ വെക്കുന്നുണ്ട്. ഇത് പ്രിവെൻഷൻ ഓഫ് സതി ആക്ട് 1829 വെച്ചിരുന്നു. അതുപോലെ തന്നെ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്, അഥവാ അത്തരം വിഡോ മാരേജ് റീമാരേജ് പറ്റൂല എന്നുള്ളൊരു ആക്ട് വെച്ചിരുന്നു. അതുപോലെ തന്നെ സിവിൽ ഓർ സ്പെഷ്യൽ മാരേജ് ആക്ട് 1872 ഇൻ്റർ കാസ്റ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ റിലീജിയസ് ആയിട്ടുള്ള വിവാഹങ്ങളൊക്കെ അനുവദിക്കുന്നൊരു അവകാശം വെച്ചിരുന്നു. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് റീസ്ട്രെയിൻറ്റ് ആക്ട്, അഥവാ 18-നും 14-നും ഇടയിലുള്ള കുട്ടികളെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥ ഒരു നിയമം വെച്ചിരുന്നു. അതുപോലെ തന്നെ ഹിന്ദു മാരേജ് ആക്ട് 1955 വെച്ചിരുന്നു. അതുപോലെ തന്നെ ദൗറി പ്രൊഹിബിഷൻ ആക്ട്, അഥവാ ദൗറി ഒരിക്കലും വാങ്ങാൻ പറ്റില്ല, അഥവാ ഒരു ലിമിറ്റ് വെച്ചിരുന്നു ദൗറി വാങ്ങാനുള്ള. അതിനപ്പുറത്ത് പോയാൽ പണിഷ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യുന്നൊരവസ്ഥ എന്ന് വെച്ചിരുന്നു. അതുപോലെ തന്നെ അടുത്തതായിട്ടാണ് മാരേജ് ആസ് എ കോൺട്രാക്റ്റ്, അഥവാ മാരേജ് ഒരു കരാറായതുപോലെ, അഥവാ ഒരിക്കലും മാരേജ് ഒരു കരാറ് പോലെ ഒരു ഉടമ്പടി പോലെ വെക്കാൻ പറ്റുന്നതല്ല മാരേജ്, മറിച്ച് ഒരു
മെന്നിനും വുമണിനും ഇടയിൽ ഉണ്ടാകുന്നൊരു സോഷ്യൽ ബോണ്ട് ഒരു കാലങ്ങളോളം നിലനിൽക്കുന്നൊരു അവസ്ഥയാണ് മാരേജ് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു നിശ്ചിത കാലത്തേക്ക് ഉള്ളൊരു ബന്ധമോ ബോണ്ടോ ലിമിറ്റോ വെക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫാമിലി ഉണ്ടാവണമെങ്കിൽ നല്ല മെന്നിനും വുമണിനും ഹസ്ബൻഡിനും വൈഫിനും ഇടയിലുള്ള ഒരു നല്ലൊരു സോഷ്യൽ വെൽബീയിങ്ങും അതുപോലെ തന്നെ നല്ലൊരു നാച്ചറും കൾച്ചറൊക്കെ സൂക്ഷിച്ചു പോകണമെന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ താങ്ക് യു സ്റ്റുഡൻസ്.